സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാം തല ഉയർത്തി വാടാതെ ഉലയാതെ നിൽക്കുന്ന നീതിയുടെ ഓക്കുമരങ്ങളാണെന്ന് നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. അന്യദേവന്മാരുടെയും വിഗ്രഹാരാധനകളുടെയും പുറകെ ഓട്ടപ്പാച്ചിലുകളിൽ അവരുടെ ഓക്ക് കാടുകളിൽ ഓടി നടന്ന് അവരെ ആരാധിച്ച് ഉണങ്ങി വരണ്ടുപോയ ഓക്കുമരങ്ങളെ പോലെയായ തൻ്റെ ജനത്തെ ദൈവം ഇന്നെടുത്തു പറയുന്നുണ്ട്. ഏഷ്യായുടെ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, ഏഷ്യ 1. അതിനെ തുടർന്ന് വരുന്ന പാഠഭാഗമാണിന്ന് ഏഷ്യ 2, 1-5 വരെ. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപാടിൽ കണ്ട പല സൂചകങ്ങളും ഇവിടെയും കാണാം. പ്രാണപ്രിയനായ നാഥനെ മറന്ന് അബദ്ധസഞ്ചാരം ചെയ്യുന്ന ദൈവജനം, ഫലം തരാതെ പോകുന്ന മുന്തിരിത്തോട്ടം, ഇലയുണങ്ങിയ ഓക്കുമരങ്ങൾ. ദൈവത്തിൻ്റെ ജനം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നിരിക്കുന്നു. അവരുടെ ആധ്യാത്മികതയ്ക്കും ധാർമ്മികതയ്ക്കും കഠിനമായ ശോഷണം വന്നിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എന്ന് നാഥനെ വിളിക്കുന്നൊരു ഗ്രന്ഥമാണ് ഏഷ്യ എന്ന് മറക്കരുത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിക്കൊത്ത ജീവിത നിലപാടുകൾ ദൈവത്തിൻ്റെ ജനം കാഴ്ചവെക്കുന്നില്ല. നിങ്ങളുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഹോളിനെസ് കോഡ്. ഇതാണ് ദൈവപ്രമാണങ്ങളുടെ എല്ലാം സാങ്കത്യം പോലും. അതാണ് നീതിയുടെ അളവുകോലുകൾ നമ്മൾ ദൈവത്തിൽ ആഴ്ത്തണമെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞതും. യാഹ്വേ സെദക്കേനോ. ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയെ ഇന്ന് ഏഷ്യ ദർശിക്കുകയാണ്. ദൈവഭവനം, ദൈവത്തിൻ്റെ ആരൂഢം, ദൈവത്തിൻ്റെ മല. അത് മറ്റേത് മലയേക്കാളും ഉത്തുംഗമാണ്. അതായത് ദൈവത്തിൻ്റെ സർവാധീശത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണിത്. അവിടെ നിന്ന് ദൈവത്തിൻ്റെ പ്രമാണങ്ങളും വചനങ്ങളും പകരുകയാണ്. അവിടെ നിന്ന് ദൈവവഴികൾ പുറപ്പെട്ടു വരുന്നുണ്ട്. നാം ഒരടി തെറ്റാതെ നടക്കേണ്ട ദൈവവഴികൾ. അവിടെ യുദ്ധോപകരണങ്ങളെല്ലാം തന്നെ കാർഷികോപകരണങ്ങളായി മാറുകയാണ്. വിനാശത്തിൻ്റെ ഉപകരണങ്ങൾ സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഉപകരണങ്ങളായി മാറുന്നു. അക്രമവും കടന്നുകയറ്റങ്ങളുമില്ലാത്ത സമാധാനത്തിൻ്റെ സുസ്ഥിരതയാണ് ദൈവരാജ്യത്തിൻ്റെ ഈ നിതാന്തഭാവം. യുക്രൈൻ റഷ്യ യുദ്ധമുഖം, പിന്നെ സിറിയയിലെ പുതിയ ആഭ്യന്തര യുദ്ധം എല്ലാം പരിഗണിച്ച് ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ എത്രയോ സന്ദർഭങ്ങളിൽ പലരും ആധികാരികമായി വിലയിരുത്തുകയാണ് മൂന്നാം ലോക മഹായുദ്ധം പണ്ടേ തുടങ്ങിക്കഴിഞ്ഞുവെന്ന്. പരമ്പരാഗത യുദ്ധമുറകളും സൈനികാഭ്യാസങ്ങളുമൊക്കെ കാത്തിരിക്കുന്ന നമുക്ക് ഇതൊന്നും പെട്ടെന്ന് തിരിച്ചറിയാനാകുന്നില്ല എന്ന് മാത്രം. സങ്കീർണമായ ഇന്നത്തെ യുദ്ധവിന്യാസങ്ങൾ, ഹൈബ്രിഡ് വാർസ്. 2022 മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് ഏഷ്യ പറയുകയാണ്, വരുവിൻ നമുക്ക് ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിലേക്ക് പോകാമെന്ന്. സങ്കീർത്തനം 122 നമ്മൾ നിരവധി തവണ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കഴിഞ്ഞ ഒരു കാര്യം. ഈ പല്ലവി ഈ സങ്കീർത്തനവും ആവർത്തിക്കുന്നുണ്ട്. വരുവിൻ നമുക്ക് ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന്. അത്രമേൽ ആനന്ദദായകമായ ഒരു അനുഭവമായിട്ടാണ് ആ സങ്കീർത്തനം അതിനെ മനസ്സിലാക്കുന്നത്. ദൈവഭവനം, ദൈവജനം, ദൈവനഗരം എല്ലാം ഒരൊറ്റ കൂട്ടായ്മയാണ്. ഒരുമ, എഖാദ്, ദൈവത്തിൻ്റെ ഏകത്വം പോലെ തന്നെ. സമാധാനം, ഷാലോം എന്നത് സമഗ്രമായ ദൈവിക സുസ്ഥിരതയുമാണ്. ഈ ദൈവിക സുസ്ഥിരതയെയാണ് ഈ പ്രാർത്ഥന കാമിക്കുന്നത്. ഇന്ന് മത്തായി 8:5-11 വരെ ഒരു ശതാധിപൻ നാഥൻ്റെ അടുത്ത് വരുന്നുണ്ട്. റോമൻ സൈനിക വ്യവസ്ഥയിൽ ഏറ്റവും കറതീർന്ന പോരാട്ടവീര്യം പ്രകടിപ്പിക്കുകയും സൈനിക ചാതിരി ഉണർത്തുകയും ചെയ്യുന്ന സ്ഥാനക്കാരാണ് ശതാധിപന്മാർ. അവർ യുദ്ധമുഖങ്ങളിൽ ഏറ്റവും മുൻപിൽ നിന്ന് തന്നെ യുദ്ധം നയിക്കുന്ന പോരാളികളാണ്. ഈ ശതാധിപൻ്റെ വിശ്വാസം, അവനൊരു വിജാതീയനായിരുന്നിട്ട് പോലും ദൈവജനത്തിന് പോലും വലിയൊരു പാഠമായിട്ട് നാഥൻ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അവൻ ഒരു യുദ്ധവിശാരദനാണ്, സാമ്രാജ്യത്വത്തിൻ്റെ കറതീർന്ന സംരക്ഷകനുമാണ്. പക്ഷേ അധികാരത്തെ സംബന്ധിച്ച വീണ്ടും വിചാരങ്ങൾക്ക് അവൻ തന്നെ വിധേയനാക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അധികാരം അവൻ ഒരു വേള തിരിച്ചറിയുന്നുമുണ്ട്. അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ദിവ്യബലിയ മധ്യേ നമ്മൾ നൽകുന്നൊരു പ്രത്യുത്തരവുമാണിത്, മറക്കരുത്. ദൈവക്കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന ദൈവക്കുഞ്ഞാടാകുന്ന സർവാധീശനെ ഈ ദിവസങ്ങളിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അന്ത്രയോസ് ശ്ലീഹ ഈ ദൈവക്കുഞ്ഞാടിൽ ക്രിസ്തുവിനെ തന്നെ തിരിച്ചറിയുന്നത് നമ്മൾ കണ്ടു. അങ്ങ് ഒരു വാക്കരുൾ ചെയ്താൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ആത്മാവ്, നെഫെഷ്, ഇന്നലെ നമ്മൾ കണ്ട കാര്യമാണത്. ദൈവത്തിൻ്റെ നീതിയെയും അധികാരത്തെയും അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഇങ്ങനെ നീതിയിലും വിശ്വസ്തതയിലും എഴുന്നു നിൽക്കാൻ പര്യാപ്തമാണോ എന്നും.